Hi everyone. So very warm good morning. ഇന്നത്തെ ഒരു എനർജി നോക്കാം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ആണ്. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ കൈൻഡ്ലി അത് കേട്ടോ കേട്ടോ. അത് കാണുന്നവർ വ്യൂസ് കുറവാണ്. നിങ്ങൾ ടാരോ റീഡിങ്സ് മാത്രം കാണാതിരിക്കുക. ഓരോ ഇടുന്ന വീഡിയോ വെറുതെ ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. കൈൻഡ്ലി വാച്ച് ദാറ്റ് വീഡിയോ വെൻ യു ഗെറ്റ് ടൈം. അപ്പോൾ ഇന്നത്തെ എനർജി നോക്കാം. Ace of Cups ആണ് കാണിക്കുന്നത്. There is a new beginning coming in your life in all matters. Like it can be career, money, എന്തിലാണെങ്കിലും ഒരു പുതിയ സ്റ്റെപ്പ്. Ace of Cups വളരെ അബണ്ടൻ്റ് ആയിട്ടും അല്ലെങ്കിൽ വളരെ സ്നേഹനിധി ആയിട്ടും ഓവർഫ്ലോയിങ് ഓഫ് ലവ് അതും നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. Ace of Cups ആണ് കണ്ടോ. വെള്ളം തുളുമ്പി ലാസ്റ്റ് പുഴയാകുന്നു. ആ പുഴയിൽ താമര വരുന്നു കപ്പിൽ നിന്ന്. ഇറ്റ്സ് ഇമാജിനേഷൻ ആണ്, പക്ഷെ ഇങ്ങനെ വരാം. Ace of Cups ഓവർഫ്ലോയിങ് ഓഫ് ലവ് ആയിട്ട് നിങ്ങൾക്കൊരു ലവ് ഓഫർ വരാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഹയറോഫന്റ് ആണ്. ഹയറോഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രഡീഷണൽ കാർഡ് ആൻഡ് ഓൾസോ നമുക്കൊരു ചിലവർക്ക് ഇത് കാണുന്നവർ വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് എ അഡ്വൈസസ് ഓർ ഗൈഡൻസസ് ഫ്രം എ മെന്റർ. അതും ഇത് കാണിക്കുന്നുണ്ട്. ഹയറോഫന്റെ കാർഡ് 5 ആണ് വന്നിട്ടുള്ളത്. ഇറ്റ്സ് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. ഇപ്പോൾ ഇവിടെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു കോഡ് മാരേജ് അല്ലെങ്കിൽ നമുക്ക് ഹയർ സൂപ്പർ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഒക്കെ ടൈമാണ്. അപ്പോൾ അത്രയും ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ഹെയറോഫന്റ് അതാണ് മെയിനായിട്ട് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോപ്പ് ആയിരിക്കാം, ഹീലർ ആയിരിക്കാം, സ്പിരിച്വൽ ഹീലർ ആയിരിക്കാം, അത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള്, വിസ്ഡം കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹെയറോഫന്റ് അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് സീക്ക് ചെയ്യാം നിങ്ങൾക്ക് ആൻസേഴ്സ് ഇഫ് യു ആർ ഇൻ ഡൗട്ട് എനർജി. ഓക്കെ, നെക്സ്റ്റ് കാർഡ് പറയുന്നത് ലാസ്റ്റ് ടെൻ ഓഫ് സോഡ്സ് ആണ്. ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു ടെൻ ഓഫ് സോഡ്സിന്റെ കാര്യം. കാരണം ഇതുപോലെ ബർഡൻ ആയിട്ടും ഓവറായി ഓക്കെ. ഇന്നൊരു കമന്റ് വന്നിരുന്നു, ലൈക്ക് മെസ്സേജ്, വളരെയധികം എൻ്റെ ലൈഫ് ഭയങ്കര ഇത്ര കൊല്ലമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ചിലൂടെയാണ് കടന്നു പോകുന്നത്, എന്ത് ചെയ്താലാണ് മാറുക? അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല. യു ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് ഇന്ന വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അത് മാറുന്നത്. എന്നോട് ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഈ ഹെൽപ്പ് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുക? ഞാൻ എൻ്റെ ലൈഫിൽ വർക്ക് ചെയ്ത് എനിക്ക് മാറ്റം വരും. അതുപോലെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്താലാണ് മാറ്റം വരുന്നത്. പിന്നെ അതിൽ ഹയർ ആയിട്ടുള്ള ഓരോ പ്രാക്ടീസസ് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാവരും സ്റ്റാർട്ട് ഡൂയിങ് ഇന്നർ വർക്ക്സ്. ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ് എങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഇതിൽ നിന്ന് കടക്കാൻ പറ്റുള്ളൂ. കേട്ടോ, ഇരുട്ടായിട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ തലയിലും ഇങ്ങനെ തന്നെയായിരിക്കും. അത്രയും ഓവർ ബോർഡൻ ആയിട്ട് ഒരു മാർട്ടിയർ എന്നൊക്കെ പറയില്ലേ, രക്തസാക്ഷിയായിട്ട് അങ്ങനെ ചത്ത് ജീവിച്ച് പോകുന്നൊരു പേഴ്സണെയാണ് കാണുന്നത്. ഈ എനർജിയിൽ നിന്ന് കടക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, റിലീസ് യുവർ പാസ്റ്റ്, ബി പ്രസന്റ്, നോ ഫ്യൂച്ചർ, അങ്ങനെ പോവുക. ഓക്കെ.